നമസ്കാരം. തൃശ്ശൂരിലൊരു സംഘി കൽപ്പന വന്നതായിട്ട് അറിയുന്നു. യുവജന പ്രസ്ഥാന നേതാവും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ഷിജു ഖാൻ അദ്ദേഹത്തെ തൃശ്ശൂരിലെ കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് ഒരു തിട്ടൂർ ഇറക്കിയിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഷിജു ഖാനെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ അതിനെ സംബന്ധിച്ചും ചില ഐക്യദാർഢ്യ പോസ്റ്റുകൾ വരുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് അന്വേഷിച്ചത്. അപ്പോഴാണ് അതിന്റെ വിവരം അറിയുന്നത്. അതായത് കേരളത്തിൽ ഈ സാംസ്കാരിക പ്രവർത്തകർ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന രൂപത്തിലൊക്കെ നടക്കുന്ന ചില സംഘികളുണ്ട്. ആ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവജന നേതാക്കന്മാർ, അതെങ്ങനെ സാഹിത്യ മേഖലയിലായിക്കോട്ടെ അല്ലെങ്കിൽ എഴുത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അവരെല്ലാം സ്വന്തം നിലയ്ക്ക് കഴിവ് തെളിയിച്ച വ്യക്തികളെ അവരെ ഇതിലൊക്കെ പങ്കെടുപ്പിക്കുന്നത് ഉള്ളിൽ എന്തോ ഒരു അസംതൃപ്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഷിജു ഖാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു അശ്ലീകര ഫീൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ക്ഷണിച്ചിരിക്കുന്ന പരിപാടിയിൽ ഒരു സെഷനിൽ പങ്കെടുക്കാൻ ഷിജു ഖാനെ ഔദ്യോഗികമായി ക്ഷണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രോഷർ തയ്യാറാക്കി അതിലെല്ലാം പേരച്ചടിച്ച് വന്നതിന് ശേഷം ഇദ്ദേഹത്തെ പങ്കെടുപ്പിച്ചാൽ ആ സെഷൻ ബഹിഷ്കരിക്കും, തടയും എന്നൊക്കെയാണ് സംഘികൾ തിട്ടൂർ ഇറക്കിയിരിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ സംഘികൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കേരളമാണെന്ന് മറന്നുകൊണ്ട് ഏതെങ്കിലും നോർത്തിലെ സംഘിസ്ഥാനാണെന്നൊക്കെ കരുതിക്കൊണ്ട് വന്നാൽ 2 മുട്ട് ഓർഡർ ചെയ്തിട്ട് വേണം അത്തരം പരിപാടിക്കൊക്കെ ഇറങ്ങി തിരിക്കാൻ. കാര്യം ഈ മുട്ട് വേണമല്ലോ നടക്കാനായിട്ട്. അപ്പോൾ 2 മുട്ട്, കാൽമുട്ടൊന്ന് ഓർഡർ ചെയ്തിട്ട് വേണം. കാര്യം സ്പെയർ വാങ്ങിച്ചു വെച്ചേക്കുന്നത് നല്ലതായിരിക്കും, പിന്നീട് ഗുണപ്പെടും. അത് മാത്രമാണ് തുടക്കത്തിലെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഷിജു ഖാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇങ്ങനെ തടയാൻ ശ്രമിക്കും, ബഹിഷ്കരിക്കാൻ ശ്രമിക്കും എന്നൊക്കെ അറിയുന്നത്. അതിന് കാരണമായി പറയുന്നത്, ഈ അടുത്ത കാലത്ത് ഗവർണർ ഒരു ഭാരതാംബയായിട്ട് ഇറങ്ങിയല്ലോ. യൂണിവേഴ്സിറ്റിയിലൊക്കെ സംഘികൾ സൃഷ്ടിച്ച ഒരു പുതിയ ഭാരതാംബ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരു മോഡലിനെ കൊണ്ടുവന്ന് സിംഹത്തിന്റെ പുറത്ത് ചാരി നിർത്തി കൊടിയും പിടിച്ചു നിൽക്കുന്ന സംഘികളുടെ ന്യൂജൻ ഭാരതാംബ. ആ ഭാരതാംബ വിവാദത്തിൽ വലിയ പ്രതിഷേധമുണ്ടായ സന്ദർഭത്തിൽ അതിൽ മുൻനിരയിൽ ഷിജു ഖാൻ ഉണ്ടായിരുന്നു. സർവകലാശാല സമരത്തിലുണ്ടായിരുന്നു. കാര്യം കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ് ഷിജു ഖാൻ. ആ നിലയ്ക്ക് അതിനെ തടഞ്ഞതും സംഘികളിൽ ചിലർക്ക് വല്ലാത്ത മനോവേദന ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായ അദ്ദേഹം ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനായിട്ടിരുന്ന സന്ദർഭത്തിൽ അന്നുണ്ടായ ഒരു സംഭവവികാസത്തെ മുൻനിർത്തിക്കൊണ്ട്, അതായത് അന്ന് അനുപമ എന്നൊരു കുട്ടിയുടെ ഒരു കുഞ്ഞിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഷിജു ഖാൻ ഇടപെട്ടു എന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ഷിജു ഖാൻ അതുമായി ബന്ധപ്പെട്ട് എന്തോ പങ്കുണ്ടെന്ന തരത്തിലാണ് ഇദ്ദേഹത്തെ ബഹിഷ്കരിക്കണമെന്നൊരു കഥയുണ്ടാക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിലും കേരളത്തിലെ ഒരൊറ്റ പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതികളിലോ ഒരു കേസ് പോലും നിലനിൽക്കാത്ത വ്യക്തിയാണ് ഈ ഷിജു ഖാൻ. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളോട് താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഓരോരോ തരത്തിലുള്ള പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കിയെടുക്കും. പ്രധാന വിഷയം ഭാരതാംബയാണ്. അവരുടെ മോഡലിനെ വന്ദിക്കാൻ തയ്യാറായിട്ടില്ല. കേരളത്തിലെ സാഹിത്യ മേഖലയിലും മനുഷ്യാവകാശ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചിലരൊക്കെ ഈ രീതിയിലുള്ള സംഘി രൂപങ്ങളാണല്ലോ. ആ സംഘി രൂപങ്ങളിലൂടെ ചില തിട്ടൂരങ്ങളൊക്കെ ഇറക്കി വിട്ടാൽ കേരളത്തിൽ അത് വർക്കൗട്ട് ആകാൻ പോകുന്നില്ല എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ കാണിക്കാം, നിങ്ങൾക്ക് ഊപ്പിയിൽ കാണിക്കാം, നിങ്ങൾക്ക് രാജസ്ഥാനിൽ കാണിക്കാം. അവിടെയൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ ചിലത് നടക്കും. പക്ഷേ ഷിജു ഖാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് ഇമാതിരി തിട്ടൂരൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അതിനൊക്കെ ഈ വില കൽപ്പിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംഘി കൽപ്പന നിലനിൽക്കുന്നുണ്ടെങ്കിലും ഷിജു ഖാനുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, തന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ സെഷനിൽ തന്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആരൊക്കെ ശ്രമിച്ചാലും അവിടെ എത്തും, ആ പരിപാടിയിൽ പങ്കെടുക്കും. അതിലൊന്നും ഒരു സംശയം വേണ്ട. ഇതൊക്കെ കാണിച്ചാൽ വിരണ്ടു പോകുന്ന ചില ചെമ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇടതിന്റെ കനൽത്തരികളാണ്. ആ കനൽത്തരികളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തരി മതി, അത് അതിന്റെ സ്വഭാവ ഗുണം കാണിച്ചോളും. അതുകൊണ്ട് ഇമാതിരി തിട്ടൂരങ്ങളൊക്കെ ഇറക്കി നിങ്ങളുടെ ഭാരതാംബയെ വന്ദിച്ചില്ല എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്നാണ് പൊതു അഭിപ്രായം. ഷിജു ഖാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തപൂർണമായിട്ടുള്ള മതേതരത്വം മുറുകെ പിടിക്കുന്ന ഭരണഘടനയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു യുവാവ് ചെയ്യേണ്ട പ്രവർത്തനം നല്ല അന്തസ്സായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു സമരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. അതിന് വൈരാഗ്യം തീർക്കാൻ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ, സർഗാത്മക പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുന്ന, കവിത എഴുതുന്ന വ്യക്തിയെ അങ്ങ് മാറ്റി നിർത്തിക്കളയാം. ചില സമ്മർദ്ദങ്ങളിലൂടെ അദ്ദേഹത്തെ ഒഴിവാക്കും, ബഹിഷ്കരിക്കോ അലമ്പാക്കോ എന്നൊക്കെ ആരെങ്കിലും ഒക്കെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് പിന്മാറ്റാനോ ആ പരിപാടിയിൽ നിന്ന് പിൻവലിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിക്കേണ്ട. വളരെ കൃത്യമായിട്ട് ക്ഷണിക്കപ്പെട്ട അതിഥിയാണെങ്കിൽ ആ സെഷനിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ നിലപാട് ഉറക്കെ പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് തടയാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 2 കാൽമുട്ടിന്റെ സാമ്പിൾ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നത് ഉപകാരപ്പെടുമെന്ന് മാത്രമേ അറിയിക്കാനുള്ളൂ.